കൂട്ടുകാരെ, നിങ്ങളുടെ കയ്യിൽ ഒരു ക്യൂബ് ഉണ്ടോ? ഇതേപോലത്തെ ഒരു ക്യൂബ്. ഇതേപോലത്തെ അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവരുത്. റൂബിക്സ് ക്യൂബാണത്. നിങ്ങൾക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇത് എന്നിട്ടാ ഇത് റെഡിയാക്കാനാണ്. റെഡിയാക്കാൻ പഠിപ്പിക്കണതിനെക്കാട്ടും മുമ്പ് പഠിക്കേണ്ടതാണ് ഓപ്പോസിറ്റ് പഠിപ്പിച്ചു തന്ന എൻ്റെ പപ്പയാണ്. എൻ്റെ പപ്പ ഇവിടെയും ഉണ്ട്. ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ഒമാനിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇന്ത്യയിലും കാണാൻ പറ്റും. ഇത് ഞാൻ പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. ഫസ്റ്റ് ഇത് വൈറ്റ്. ഇത് വൈറ്റിൻ്റെ ഓപ്പോസിറ്റ്, വൈറ്റിൻ്റെ തൊട്ട് ബാക്കിലത്തെ എന്നാണ് പറയുന്നത് ഓപ്പോസിറ്റ്. അപ്പോൾ വൈറ്റിൻ്റെ തൊട്ട് ബാക്കിലത്തെ വെള്ള അല്ല യെല്ലോ ആണ് ഇപ്പോൾ. അപ്പോൾ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് അതെ റെഡാണ്. ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റോ അതെ പച്ചയുമാണ്. നിങ്ങൾക്കിതെല്ലാം അറിയാമെങ്കിൽ നിങ്ങളിത് നോക്കണ്ട, ബാക്കി ഭാഗം നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ഷഫിൾ ചെയ്യട്ടെ. ഓക്കെ, ഇത് കൊളമാക്കട്ടെ ഫുള്ളായിട്ട്. ക്യൂബ് ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ മഞ്ഞയും വെള്ള എനിക്ക് മാറിപ്പോകും, അതാണ് പ്രശ്നം. ഓക്കെ, മഞ്ഞ. ഈ മഞ്ഞയുടെ തൊട്ടിപ്പുറത്തൊരു വെള്ളയില്ലേ, ഓപ്പോസിറ്റ് നമ്മൾ മുമ്പേ പഠിച്ചു. ഈ ഒരു മഞ്ഞ ഇതിവിടെ മഞ്ഞയും ഇവിടെ വെള്ളയും അല്ലേ, ഇവിടെ വെള്ളയും. അപ്പോൾ ഓപ്പോസിറ്റ് വെള്ളയാണെങ്കിൽ മഞ്ഞയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പിടിക്കുക. എന്നിട്ട് ആ വെള്ള ഇവിടെ ഒരെണ്ണം ഉണ്ട്, അത് കാരണം നമുക്കത് ചെയ്യണ്ട. ഇനി അടുത്ത വെള്ളയൊക്കെ എടുത്താൽ നിങ്ങളുടെ വെള്ള എല്ലായിടത്തും ഇങ്ങനെ ഇവിടെയും വരുത്തുക. അപ്പോൾ എൻ്റെ ഇവിടെയും കിട്ടിയിരിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടിയാൽ ഇത് ഒന്നും നോക്കണ്ട, അല്ല ഇതൊന്നും നോക്കണ്ട നമ്മൾ. ഓക്കെ, ഇനി അടുത്തോ ഇത് രണ്ടും സെയിം ആണോ? അല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു നോക്കാം, ഇത് രണ്ടും സെയിം ആണോ? അതെ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ രണ്ട് തിരി, അപ്പോൾ അത് താഴത്തോട്ട് ഒരു വെള്ളയായി മാറും. ഓക്കെ, ഇനി അടുത്ത് തിരിച്ചു നോക്കുക. അടുത്ത് മാച്ചാണോ? അല്ല. അപ്പോൾ നമ്മൾ തിരിച്ചു നോക്കുക. റെഡ് പോയാലൊന്നും കുഴപ്പമില്ല, റെഡിൻ്റെ മാച്ച് ഇവിടെയാണ്. ഓക്കെ, ഇനി ഇത് മാച്ചായോ? മാച്ചായി. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ രണ്ട് തിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാലോ? അടുത്ത് റെഡാണല്ലേ. ഓക്കെ, ഇത് അടുത്ത ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ഇത് നോക്കാം. ഇത് ശരിയാണോ? അല്ല. ഇതോ? ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിക്കുക. ഓക്കെ, അടുത്തത് ആണ് ഇത്. ഓക്കെ, ഇപ്പോൾ ഇത് മാച്ചായി. പക്ഷേ ഇവിടെ ഓരോരോ ഇതുണ്ട്. വൈറ്റും മാത്രം ഉള്ളതേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. വേറെ കുറേ ബ്ലൂ ഉള്ളതൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്ലസ് മാറ്റിക്കളയും. അത് ഈ വെള്ളയും ബ്ലൂയും ഇങ്ങനെ മാറിയൊക്കെ പോവും. അത് കാരണമാണ് ഞാൻ പ്രത്യേകം പറയുന്നു. ഇത് വീണ്ടും രണ്ടേരി. എന്നിട്ട് നമ്മൾ അടിഭാഗം നോക്കുമ്പോൾ നമുക്ക് പ്ലസ് കിട്ടുമ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള ഇത് പോയിട്ടൊന്നുമില്ല. ഓക്കെ, ബാക്കി നമുക്ക് ആദ്യം ഒരു വെള്ള ഇതൊരു വെള്ളയല്ലേ, വെള്ളയുടെ ഇവിടെ റെഡ്. അപ്പോൾ ആ കട്ടയിൽ നിന്ന് കണ്ണെടുക്കാണ്ട് നമ്മൾ ആ ഒരു കട്ട ഇവിടെ അല്ലേ ഒരു കട്ട, പിന്നെ ഇവിടെ ഇതിവിടെ കട്ടയും ഇതിവിടെ ഇതും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ശരിയാണോ?
ഇവിടെ ഇങ്ങോട്ടോ ഞാൻ തിരിച്ച് കാണിച്ചിടാം. അപ്പം ശരിയാണോ? ഓക്കെ, ആദ്യം നമ്മുടെ ഇത് ഓക്കെ, എന്നിട്ട് നമ്മൾ തിരിച്ച് വെക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു വെള്ളം കിട്ടും. ആ വെള്ളം ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തേത് കളറ് അതെ പച്ചയാണ്. ആ പച്ച കറക്റ്റ് ഇവിടെ തന്നെയാണ്. അപ്പോൾ അത് ഇതിങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു പീസ് ഇതിങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ഇത് രണ്ടും ഇങ്ങനെ കറക്റ്റായി കിട്ടുക. ഓക്കെ, അത് കിട്ടണമെങ്കിൽ ഈ വെള്ളം ഇതിങ്ങോട്ട് വരുത്താൻ നോക്കണം. ഈ വെള്ളം മാത്രമേ നോക്കാൻ വരുത്താൻ പാടുള്ളൂ. ഓക്കെ, നമുക്കത് നോക്കിയാലോ. ഇതല്ലേ സാധനം. അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ച് എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ച് ഓക്കെ. അപ്പോൾ ഇതിങ്ങനെയല്ലേ. ഓക്കെ, ഇതിങ്ങനെ തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടി. അതാണ് ബുദ്ധി. ഓക്കെ, അടുത്ത് ഇവിടെ തന്നെയാണ് വേണ്ടത് എനിക്ക്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനത്തെ ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഇത് പോയി. ഓക്കെ, എന്നിട്ട് മേളിലോട്ട്. എന്നിട്ട് ഇത് കറക്റ്റ് ഓറഞ്ചിലാണിത്. ഓക്കെ, വൈറ്റ് വരുത്താൻ നോക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഇനി ഇത് ഈ വെള്ളയുടെ ഇപ്പുറത്ത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരാം. കണ്ടോ, ബ്ലൂ ആയി. ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ച് എന്ന് വെച്ചാൽ ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ താഴോട്ട് വെക്കുക. അപ്പോൾ അതിങ്ങനെയായി. ഇനി നമുക്ക് ഇത് ഇവിടെ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കംപ്ലീറ്റ്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടിയില്ലേ, ഇത് നേരത്തെ പിടിച്ച പോലെ തന്നെ തലയും കുത്തി പിടിക്കാം. ഇനി അടുത്തത് നമുക്ക് മഞ്ഞുള്ള ഒരു കട്ടയും നോക്കരുത്. ഇത് റെഡും ബ്ലൂ ആണ്. റെഡും ബ്ലൂ ആണെങ്കിൽ ഈ താഴത്തുള്ള കളർ ഏതാ? റെഡ് അല്ലേ? അപ്പോൾ നമ്മൾ നേരെ റെഡ് കണ്ടോ, ആ റെഡിലോട്ട് നേരെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ റെഡിലെത്തി. ഈ റെഡിലെത്തിയത് നമ്മൾ നേരെ കറക്റ്റ് ഇട്ട് നോക്കണേ. ഇത് ബ്ലൂ അല്ലേ? അപ്പോൾ ഇപ്പുറത്താണോ ബ്ലൂ അതോ ഇപ്പുറത്താണോ ബ്ലൂ? എവിടെയാണ് ബ്ലൂ? നിങ്ങൾ തന്നെ പറയൂ. അതെ, ഇവിടെയാണ് ബ്ലൂ. അപ്പോൾ നമ്മുടെ ഇതിവിടെ തന്നിരിക്കുന്ന അത് ബ്ലൂ ആണ്. ബ്ലൂ ആണെങ്കിൽ ഇവിടെയല്ലേ ബ്ലൂ? അപ്പോൾ നമ്മൾ അങ്ങോട്ടല്ല തിരിക്കണ്ടേ, നമ്മൾ ഇവിടെയല്ലേ പച്ച. ഇപ്പോൾ ആ പച്ചയിലോട്ട് തിരിക്കണം, ഓപ്പോസിറ്റ് കളറിലോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് വേണ്ട കളറിലേക്ക് നോക്കി എന്നിട്ട് റിപ്ലേസ് ചെയ്യുക, താഴത്തോട്ട് വെക്കുക. എന്നിട്ട് ഇതിങ്ങോട്ട് കൊണ്ടുപോയി വയ്ക്കുക. എന്നിട്ട് ഇത് താഴത്തോട്ട് വെക്കുക, റിപ്ലേസ് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇതിങ്ങനെ കിട്ടി. ഇത് നമുക്ക് മുമ്പേ കിട്ടിയതാണ്. നമ്മൾ ഇത് ചെയ്യാൻ നോക്കിയപ്പോൾ നമുക്ക് ഇതും കിട്ടിയെടുക്കാം. അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ ഓക്കെ, ഇനി അടുത്തത് ഇതാണ്. ഇതിൻ്റെ മുകളിൽ എന്താ? പച്ചയാണ്. ഈ പച്ച ഇതിവിടെയാണോ പച്ച അതോ ഇതിവിടെയാണോ പച്ച? ഇതിവിടെയാണ് പച്ച, കറക്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടെയല്ലേ പച്ച? അപ്പോൾ നമ്മൾ വേറെ സ്ഥലത്തോട്ട് തിരിക്കുക. എന്നിട്ട് വേണ്ടോടെ വെക്കുക. എന്നിട്ട് ഇതിങ്ങോട്ട് തിരിക്കുക, താഴോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ നോക്കുമ്പോൾ എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇങ്ങോട്ട് അപ്പോൾ ഇതിങ്ങോട്ട്. ഓക്കെ, നമുക്കപ്പോൾ ഇതിങ്ങനെ കിട്ടി. ഇനി നമുക്ക് ഒരെണ്ണമുള്ളൂ, ഇത് മാത്രം. ഈ ഒരു കട്ട ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് കാരണം ഞാൻ മുമ്പ് വേഗം ചെയ്തു പോയതാണ്. അപ്പോൾ അടുത്ത് ഇനി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതിൽ കൃത്യമായിട്ട് ജെ കാണാൻ പറ്റുമോ? നിങ്ങൾക്കിതിൽ ജെ വല്ലതും കാണാനുണ്ടോ? ഇതിൽ ചെയ്യുമ്പോൾ ജെ തിരിച്ചറിയാൻ പറ്റില്ല. ജെ ആണ് ശരിക്കും വേണ്ടത്. ജെ ഇങ്ങനെ പിടിക്കുക,
ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റേണ്ടത് ഇതിങ്ങനെയാണ്. അപ്പോൾ ജെ എൻ്റെ കയ്യിലത് ഇങ്ങനെയാണ്. ഇത് എല്ലല്ല വേണ്ടേ, ജെ ആണ് വേണ്ടേ. ഇതിങ്ങനെ കിട്ടിയാലും കുഴപ്പമില്ല, ജെ അല്ലെങ്കിൽ എൽ. എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ജെ കിട്ടി. ജെ കിട്ടിയാൽ ആ ജെ ഇതിങ്ങനെ പിടിക്കുക. ജെ കറക്റ്റായിട്ട് പിടിക്കണേ. കൃത്യമല്ലേ? നിങ്ങൾക്ക് കൃത്യമാണ്, പക്ഷേ എനിക്ക് കൃത്യമല്ല. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് പിടിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ജെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴത്തേക്ക് പോവാം. അപ്പോൾ ഇതല്ലേ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതിങ്ങോട്ട് തിരിച്ചാൽ മതി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിപ്പോകും. ഓക്കെ, അതിൻ്റെ മേലോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ വീണ്ടും അപ്പോൾ വന്നില്ലെങ്കിൽ നമുക്കതിങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കൊരു പ്രാവശ്യം ചെയ്താൽ മതി. മേലോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഇതും കിട്ടി. ഇതിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇവിടെ ഒരു പ്ലസ് ആയില്ലേ. നേരത്തെ നമുക്ക് വെള്ളയിൽ ഒരു പ്ലസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഇവിടെ ഒരു പ്ലസ് കിട്ടിയിരിക്കുന്നു. ഇനി ഇതുണ്ടോ, ഇത് സെൻറ്റർ മാച്ച് ചെയ്യാനുള്ളതാണ്. ഇത് രണ്ടും ശരിയാണ്, ഇത് രണ്ടും തെറ്റാണ്. ഇത് രണ്ടും തെറ്റാണ്, ഇതും തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് രണ്ട് ശരി. അപ്പോൾ നമ്മൾ തെറ്റായത് ഇതിങ്ങനെ പിടിച്ചു നോക്കുക. എന്നിട്ട് അതിൽ ഏതാണ് തെറ്റ്, ഇതിപ്പുറത്ത് തെറ്റാണെന്ന് നോക്കാൻ. എന്ന് വെച്ചാൽ റൈറ്റിലത്തെ തെറ്റ് നമ്മൾ നേരെ നോക്കുക. എന്നിട്ട് ഇതിങ്ങനെ നേരത്തെ ചെയ്തതുപോലെ അല്ല കേട്ടോ ചെയ്യണ്ടേ. നമ്മൾ ഇത് വേറൊരു ഇതാണ്. മേളിലോട്ട് ഇങ്ങോട്ട് താഴോട്ട് വീണ്ടും അങ്ങോട്ട് മേളിലോട്ട്, പിന്നെ മൂന്നാമത്തെ വട്ടം 2 തിരി ഇങ്ങനെ എന്നിട്ട് താഴോട്ട്. പിന്നെ ഇത് വന്നില്ലെങ്കിൽ ഒരു തിരി ഇങ്ങോട്ട് തിരിക്കാം. അപ്പോൾ നമുക്ക് കിട്ടും ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്. പിന്നെ നമുക്ക് ഈ പ്ലസിൻ്റെ ഒപ്പം ഇതും കിട്ടണം. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് നോക്കേണ്ടത്. ഇത് ചുറ്റും നോക്കൂ. നിങ്ങൾക്കിത് ഇപ്പോൾ ഇത് കൃത്യമായി കിടക്കാൻ നോക്കി. ഇതിങ്ങോട്ട് കണ്ട് ഇതിങ്ങോട്ടും അങ്ങനെ കിടക്കില്ലേ. ഇതിങ്ങനെ തിരിഞ്ഞ് കിടക്കുന്നത് അതേപോലത്തെ വല്ലതും ഉണ്ടോ ഇതിൽ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ വെക്കണമെങ്കിൽ ഓക്കെ ഇതിങ്ങനെ എത്തി. അപ്പോൾ നമുക്കിതിൽ വല്ലതും ഉണ്ടോ? അപ്പോൾ നമ്മുടെ ഇത് പോയിട്ടോ, ഇത് തെറ്റിപ്പോയതാട്ടോ. നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിപ്പോൾ വേഗം ചെയ്തു പോയി. ഇനി നമുക്ക് മറ്റേ ഇതാക്കല്ലേ വേണ്ട, സെറ്റാക്കണമെങ്കിൽ സെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് അപ്പോൾ നമുക്കത് ഇത്രയും കിട്ടി. സെറ്റുണ്ടോ ഇതിൽ? സെറ്റ് കറോ. ഓക്കെ, ഇവിടെ സെറ്റ് ഉണ്ട്. ഈ സെറ്റ് നേരെ ഇങ്ങോട്ട് തിരിക്കുക, മേലോട്ടാക്കുക, ഇങ്ങനെ ചെയ്യുക. അങ്ങനെയല്ല ഇതിങ്ങനെ ചെയ്യുക, മേലോട്ട് ഇങ്ങനെ ചെയ്യുക, മേലോട്ട് ഇതിങ്ങനെ ചെയ്യുക, താഴോട്ട് ഇതിങ്ങനെ ചെയ്യുക, താഴോട്ട്. ഓക്കെ, ഇനി അടുത്ത വല്ല സെറ്റുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് 2 സെറ്റ് കിട്ടി. ചിലപ്പോൾ കുറേ സെറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ വീണ്ടും ചെയ്ത് ഇതിപ്പുറത്ത് വന്നിട്ടുണ്ടാവും കൂടി ഇതെല്ലാം സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിതിങ്ങനെ 4 പ്രാവശ്യം ഇങ്ങനെ കറക്റ്റായിട്ട് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നിർത്തുക. അപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഇതിങ്ങനെ അപ്പോൾ എനിക്കിത് ശരിയായി വന്നു. അപ്പോൾ ഇത് നമുക്കിങ്ങനെ റെഡിയായി കിട്ടിയിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഗുഡ് ബൈ.